വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മുടെ ദർശക്കുട്ടീൻ്റെ ബർത്ത്ഡേ ആണ്. അവനെ സർപ്രൈസ് ചെയ്യാനാണല്ലോ നമ്മൾ മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് അമ്പലത്തിൽ പോയി. ഇതാണ് കൊച്ചു ഗുരുവായൂർ. ഇത് ചേച്ചിൻ്റെ വീട്ടിനടുത്തുള്ളൊരു അമ്പലമാണ്, കൃഷ്ണ ടെമ്പിളാണ്. അവിടെ നമ്മൾ എന്തെങ്കിലും ഒരു പൂജയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബട്ടറാണ് പ്രസാദമായിട്ട് തരിക. കണ്ണന് ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ വെണ്ണ എന്ന് പറയുന്നത്. ഇത് കിട്ടുന്നതേ അറിയുള്ളൂ, അപ്പോൾ തന്നെ കാര്യമാവും. ഞങ്ങൾ പിറന്നാളിൻ്റെ ദിവസം എല്ലാവരും രാവിലെ ഈ ഒരു അമ്പല ദർശനത്തിലാണ് ആ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടേ പിന്നെ ഞങ്ങളുടെ ഡേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അമ്പലത്തിൽ നിന്ന് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് ഇവിടെ ഫോർസ്കോർ റെസ്റ്റോറൻറ്റ്. ഇവിടെ നല്ല ആംബിയൻസ് ആയിരുന്നു. പുറത്ത് ഫുള്ള് ചെടിയും പിന്നെ കുട്ടികൾക്കൊരു ചെറിയ പ്ലേ ഏരിയയും പിന്നെ അകത്തേക്ക് കയറുമ്പോഴും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സീറ്റിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ പാർട്ടി ഹാളൊക്കെ അവൈലബിൾ ആണെന്ന് പുറത്ത് കണ്ടു. പിന്നെ ഫുൾ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ആയതുകൊണ്ട് രാത്രിയൊക്കെ ആകുമ്പോഴത്തേക്കും നല്ല ഒരു രസമായിരിക്കും കാണാൻ. പണ്ടൊക്കെ ഇല്ലേ പിറന്നാളിനും ഓണത്തിനും ഒക്കെയാണ് ഞങ്ങൾ പുതിയ ഡ്രസ്സ് എടുക്കുന്നത്. അതുകൊണ്ട് പിറന്നാളിന് ഭയങ്കര ഇൻട്രസ്റ്റാണ്. കാരണം രാവിലെ എണീറ്റ് കുളിച്ച് പുതിയ കുപ്പായമൊക്കെ ഇട്ട് നേരെ അമ്പലത്തിലോട്ട് പോയി അമ്പലത്തിൽ നിന്ന് തൊഴുത് തിരിച്ചു വന്നാൽ അച്ഛൻ കേക്ക് വാങ്ങി വെച്ചിട്ടുണ്ടാവും. അത് കട്ട് ചെയ്യും, കുറച്ച് ഫോട്ടോസ് എടുക്കും. അങ്ങനെ നല്ല രസമായിരുന്നു. ഇപ്പോഴും എനിക്ക് എൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയ കാര്യമാണ്. എൻ്റെ ബർത്ത്ഡേ എന്ന് മാത്രമല്ല കേട്ടോ, എല്ലാവരുടെ ബർത്ത്ഡേയും സെലിബ്രേറ്റ് ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും സെലിബ്രേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇതാണ് വിപ്രോൻ്റെ പുതിയ ഓഫീസ് സ്റ്റോർ. ഞാൻ വിപ്രോയിലാണ് വർക്ക് ചെയ്തത്. വിപ്രോയിലും ഡെലോയിറ്റിലും ആയിട്ടാണ് ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. നമുക്ക് എപ്പോഴും നമ്മുടെ ഫസ്റ്റ് ജോബ് അല്ലെങ്കിൽ ഫസ്റ്റ് കമ്പനി, നമ്മുടെ ആദ്യത്തെ കാര്യങ്ങൾ നമുക്ക് എന്നും സ്പെഷ്യലായിരിക്കും അല്ലേ. ശരിക്കും മറ്റേ ബാംഗ്ലൂർ ഡേയ്സിൽ നിവിൻ പോളിനോട് ചോദിക്കുന്ന പോലെ ഹൗ അബൌട്ട് യുവർ ഫസ്റ്റ് പോസ്റ്റിംഗ് ടു ബാംഗ്ലൂർ എന്ന് ചോദിച്ച പോലെയായിരുന്നു ഞങ്ങൾ. ചെന്നൈയിലായിരുന്നു ഞങ്ങളുടെ ട്രെയിനിങ് ഉണ്ടായത്. ഒരു എൻറ്റയർ ബാച്ചിൽ നിന്നും കുറച്ച് പേർക്കാണ് ബാംഗ്ലൂരേക്ക് പോസ്റ്റിംഗ് കിട്ടിയത്. അതിൽ തന്നെ ഞങ്ങൾ 6 മലയാളികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് വന്ന സമയത്തൊക്കെ ഞങ്ങൾ ഈ 6 പേരും ഒരുമിച്ചായിരുന്നു എന്തെങ്കിലും സിനിമയ്ക്ക് പോലോ അല്ലെങ്കിൽ കറങ്ങാൻ പോലോ ഒക്കെ ഈ 6 എണ്ണം ഒന്നിച്ചായിരുന്നു. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ദുൽഖർ പറഞ്ഞ ഡയലോഗാണ് ഓർമ്മ വരിക, ബാംഗ്ലൂർ വാട്ട് എ റോക്കിംഗ് സിറ്റി എന്ന് ചോദിക്കുന്ന പോലെ. പക്ഷേ ഞങ്ങൾക്ക് അത്ര റോക്കിംഗ് ഒന്നും ആയിരുന്നില്ല. മൺഡേ ടു ഫ്രൈഡേ ജോലിയും ചെയ്യണം, സാറ്റർഡേയ്സ് പഠിക്കുകയും വേണം. അങ്ങനെ മൊത്തത്തിൽ ബിസി ആയിരുന്നു ആ ഒരു 4 വർഷം. അതൊക്കെ ഒരു കാലം. അയ്യോ, നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറിയോ. നമ്മളിപ്പോൾ ഒരു ഹൈപ്പർ മാർക്കറ്റിൽ വന്നിരിക്കുകയാണ് ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ദർശുവിൻ്റെ ബർത്ത്ഡേ ആയത് കാരണം ഹോം മെയ്ഡ് ലഞ്ചാണ്. അങ്ങനെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫെറേറോയിൽ കുറേ വെറൈറ്റീസ് കണ്ടു, ലിൻഡിൻ്റെ കുറേ വെറൈറ്റീസ് കണ്ടു. അപ്പോൾ അതൊക്കെ നോക്കി അങ്ങ് നിന്നുപോയി. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്ന് ഞങ്ങൾ കേക്ക് കട്ടിങ്ങിന് വേണ്ടുന്നതൊക്കെ സെറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ എസ്തെറ്റിക്സിനാണല്ലോ എല്ലാ സ്ഥലത്തും പ്രാധാന്യം. അതൊട്ടും കുറച്ചില്ല, ഞങ്ങളും അങ്ങ് എസ്തെറ്റിക് ആക്കി. ഇനി നിങ്ങൾ കണ്ടിട്ട് പറ. Happy birthday to you. Happy birthday to you. ഇത് ആണ് പീനക്കൊളാട, പൈനാപ്പിളും കോക്കനട്ട് മിൽക്കും. അങ്ങനെ നമ്മൾ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഇതാണ് നമ്മുടെ ലഞ്ച്. നെയ്ച്ചോറും ക്യാബേജ് ഉപ്പേരിയും അമ്മയുടെ ഒരു സ്പെഷ്യൽ കിസ്മിസ് ചമ്മന്തിയും പ്രോൺസ് ഫ്രൈയും സാലഡും ചിക്കൻ കറിയും. ഇത് ഞങ്ങളെല്ലാവരും കൂടെ ഒത്തുപിടിച്ച് ഉണ്ടാക്കിയൊരു ലഞ്ചാണ്. കുറച്ച് വൈകിപ്പോയി, എന്നാലും നല്ല അടിപൊളി ലഞ്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പം ഞങ്ങൾ വീണ്ടും ഒന്ന് പുറത്തിറങ്ങി. വൈകുന്നേരം തണുപ്പുണ്ടാവുമെന്ന് വെച്ചിട്ടാണ് ജാക്കറ്റൊക്കെ എടുത്തിറങ്ങിയത്. പക്ഷെ അത്ര തണുപ്പൊന്നും ഉണ്ടായില്ല. ഞാൻ എടുത്തുകൊണ്ട് നടന്നൊരു കുഞ്ഞു വാവയാണ് ദേ ഇപ്പം എന്നെക്കാളും വലുതായി ഒരു ടീനേജറായി. എത്ര പെട്ടെന്ന് ആ സമയം പോകുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഇവൻ ജനിച്ചു എന്ന് പറഞ്ഞിട്ട് കോള് വരുന്നത്. അതും കോളേജിൻ്റെ ലാസ്റ്റ് ഇയർ ആയത് കാരണം എനിക്ക് പെട്ടെന്ന് വരാനൊന്നും പറ്റിയില്ല. ഞാനിവൻ ആദ്യമായിട്ട് കാണുന്നത് പേര് വിളിക്കാണ്. 28 എന്തോ ആണ് ഞാനിവൻ ആദ്യമായിട്ട് കാണുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ഇവിടെ ഒരുപാട് ഫുഡ് ഔട്ട്ലെറ്റ്സ് ഉണ്ട്, കോസ്മെറ്റിക്സിൻ്റെ ഷോപ്സ് ഉണ്ട്, പെറ്റ്സിന് വേണ്ടിയിട്ടുള്ള ഷോപ്സ് ഉണ്ട്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നത്. ഞാൻ വർക്ക് ചെയ്ത സമയത്തൊന്നും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ റീസെൻ്റ്ലി വന്നിട്ടേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എനിക്ക് കാണാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ പോയത്. ബബിൾ ടീ എൻ്റെ ഒരു വീക്ക്നെസ് ആണ്. അപ്പോൾ എവിടെ പോയാലും ഞാനൊരു ബബിൾ ടീ ഓർഡർ ചെയ്യും. അങ്ങനെ ഓർഡർ ചെയ്ത ബബിൾ ടീ ആണിത്. പിന്നെ വേറെ എല്ലാവർക്കും വേണ്ടുന്നതൊക്കെ ഓർഡർ ചെയ്തു. ഞാൻ എൻ്റെ ബബിൾ ടീ മാത്രമേ കഴിച്ചുള്ളൂ. പിന്നെ ദർശി ഇവിടെ മെയിനായിട്ട് വരുന്നത് സുഷി കഴിക്കാനാണ്. ഞാനും അവൻ്റെ നിന്ന് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ കണ്ടോ ചോപ്സ്റ്റിക്സൊക്കെ പിടിച്ച് നല്ല അസലായിട്ട് കഴിക്കാൻ അവനറിയാം. എനിക്ക് ആ വടി വെച്ച് കഴിക്കാനുള്ള സ്കില്ലൊന്നുമില്ലായിരുന്നു. എന്നിട്ടും ഞാൻ ഒരെണ്ണം ട്രൈ ചെയ്തു.
മോശമൊന്നുമില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പം കുഴപ്പമൊന്നുമില്ല. ആ റൈസിന് കുറച്ചൊരു സ്വീറ്റ് ഫ്ലേവർ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം അവിടെ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറേ ആൾക്കാരൊക്കെ വരും ഇങ്ങനെ. അപ്പോൾ നമുക്ക് വെറുതെ വൈകുന്നേരങ്ങളിൽ പോയി ഇരിക്കാനൊക്കെ നല്ലൊരു സ്ഥലമാണ്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ ഇൻസ്റ്റ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണേ. ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഇൻസ്റ്റ പേജിൻ്റെ ലിങ്കും നെയിമൊക്കെ കൊടുത്തേക്കാം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.